മൈ ഡിയേഴ്സ്, നിങ്ങളോട് രണ്ട് വ്യക്തികളെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളിലൊക്കെ ഉള്ള രണ്ട് സ്വഭാവങ്ങളാണത്. ഒന്ന് അൺകണ്ടീഷണൽ ലവ്, പറയാൻ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്ന വാക്കാണ് എനിക്ക് ഭയങ്കര അൺകണ്ടീഷണൽ ലവാണ്. ഞാൻ ഒരാളിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അയാൾക്ക് നൽകുന്ന സമയവും സ്നേഹവും സമ്പത്തും എല്ലാം എനിക്ക് വലിയ സന്തോഷം മാത്രമാണ് നൽകുന്നത്. ഞാൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോഴും തിരിച്ച് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ വേദനിക്കുന്നുണ്ടോ? ഒരുപാട് സ്നേഹം കൊടുത്തിട്ട് ഒരല്പം പോലും തിരിച്ച് കിട്ടുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ വേദനിക്കാറുണ്ടോ? ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണർ എന്ന് മാത്രമല്ല, നല്ല സുഹൃത്തുക്കൾ, മക്കൾ, ഏതൊരു മനുഷ്യനും നമ്മളുടെ ബന്ധങ്ങളുടെ ഭാഗമാണ്. നിങ്ങൾ നിരന്തരമായി സ്നേഹം കൊടുത്ത് തിരിച്ചു കിട്ടാതെ നിങ്ങൾ നിരാശരാകുന്ന വ്യക്തികളാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഹെൽത്തി ലവ്. നമ്മളിനി അനുകരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളിനി സെറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഹെൽത്തി ലവറിനെ കുറിച്ചാണ്. ഹെൽത്തി ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് സ്നേഹം കൊടുക്കുമ്പോഴും, ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് സ്നേഹം ആവശ്യമല്ല, പുറത്തുനിന്ന് ഒരു സ്നേഹത്തിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും നമുക്ക് പുറത്തുനിന്ന് ഒരു വ്യക്തി നമ്മളിലേക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും സമയമൊക്കെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൽ അട്രാക്റ്റഡ് ആവും. പക്ഷെ ആ ഒരു വ്യക്തി മൂലമായിരിക്കും പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് വല്ലാതെ വേദനിക്കുന്നുണ്ടാവുക. കഴിഞ്ഞു പോയ കാലഘട്ടം ഓർക്കുമ്പോൾ ഒരേ സമയം സന്തോഷവും അതുപോലെ അതിനേക്കാൾ ഇരട്ടിയായി മധുരമുള്ള വേദനകളായിട്ടും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നീറി അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെറ്റ് യുവർ ഹെൽത്തി ലവ്. നിങ്ങളുടെ മനസ്സിലോട്ട് തിരിച്ചു വരിക. നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് പിന്നെയും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോഴും ഒരാളിൽ നിന്ന് സ്നേഹം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമ്പോഴും നമ്മൾ എന്തിനാണ് ആവശ്യത്തിൽ കൂടുതൽ ഒരാളിൽ നിന്ന് സ്നേഹം വാങ്ങിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ വേദനിക്കുന്നത്, തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കോർ വാല്യൂസ് സെറ്റ് ചെയ്യുക. നമ്മളുടെ മാനസിക നില, അതായത് നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഒരാളിൽ കൂടുതൽ നമ്മുടെ സമാധാനത്തിന് വില കൽപ്പിക്കാതെ, നമുക്ക് ലൈഫിൽ എല്ലായ്പ്പോഴും നീണ്ടു നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ മാത്രം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും സ്നേഹം സ്പെൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് തൽക്കാലമായിട്ടുള്ള സ്നേഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ ഹെൽത്തി ആയിട്ട് ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നെഗറ്റീവ് പീപ്പിൾ ആണെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് അവരെ പ്രയാസപ്പെടുത്താത്ത രീതിയിൽ മാറി നിൽക്കുക. നമ്മൾ എത്ര തന്നെ കൊടുത്താൽ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ബന്ധങ്ങളാണെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക. വിലപ്പെട്ട സമയവും സന്തോഷവും സമാധാനമൊന്നും അവരിൽ നിന്ന് തിരിച്ചു കിട്ടിയാൽ മാത്രമാണ് ഞാൻ ഓക്കെ ആവുള്ളൂ എന്നുള്ള ഒരു നിലപാടിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കുക. സെൽഫ് ലവ്, സെൽഫ് അവെയർനെസ്, സെൽഫ് എസ്റ്റീം ഇവയെല്ലാം കൂട്ടിക്കൊണ്ടുവരിക. ഹെൽത്തി ലവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്നേഹത്തിൻ്റെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടിയില്ലെങ്കിലും ഓക്കെയാണ്, തിരിച്ചു കിട്ടിയാലും ഓക്കെയാണ്. ഒരു പരിധിയിൽ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ, എൻ്റെ സ്നേഹത്തിൽ, എൻ്റെ സമയത്തിൽ ഞാൻ ആർക്ക് കൊടുക്കണമെന്നും ഞാൻ ആരെക്കുറിച്ച് ചിന്തിക്കണമെന്നും ആരെല്ലാം എൻ്റെ സ്പേസിൽ വരണമെന്നും ബോധപൂർവം ചിന്തിച്ചുകൊണ്ട് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ ഗാർഡിയൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ജീവിച്ചു തുടങ്ങും. വലിയ പ്രതീക്ഷകൾ കൊടുക്കാതെ ഹെൽത്തി ആയിട്ട് ജീവിതത്തിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ആരുടെ ഇമോഷൻസിനെയും ആരുടെ ഫീലിങ്സിനെയും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിതത്തിലേക്ക് വിജയത്തിലേക്ക് മുന്നേറാവുന്നതേ ഉള്ളൂ.